ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ വാണിജ്യകാര്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്. ഇക്കാര്യം സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അന്തിമ തീരുമാനമെടുക്കുന്നത് ട്രംപാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ട്രംപുമായിട്ട് ഇക്കാര്യത്തിൽ സംസാരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്ന ന്യായം. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യ, ചൈന, ബ്രസീൽ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്കെതിരെ 500% വരെ പിഴച്ചുങ്കം ചുമത്താനായിട്ട് ട്രംപ് ഭരണകൂടം നീക്കം നടത്തുന്നതായിട്ടുള്ള വാർത്തകൾ വരുമ്പോഴാണ് അമേരിക്കൻ വാണിജ്യകാര്യ സെക്രട്ടറിയുടെ ഈ പ്രതികരണം എന്നുള്ളതും ഓർക്കണം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇന്ത്യയും അമേരിക്കയും വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങിവെച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു നമ്മളുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ ഇതുവരെ കരാർ യാഥാർത്ഥ്യമായിട്ടില്ല. കഴിഞ്ഞ ജൂലൈയിൽ വ്യാപാര കമ്മിയുള്ള രാഷ്ട്രങ്ങൾക്കെതിരെ റെസിപ്രോക്കൽ ടാക്സ് അഥവാ പ്രതികാര ചുങ്കം ചുമത്തുമെന്ന ട്രംപ് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇത് പ്രകാരം ഇന്ത്യക്കെതിരെ കഴിഞ്ഞ ജൂലൈയിൽ 25% ട്രംപ് ചുമത്തിയ നികുതി. ഇന്ത്യ പ്രതീക്ഷിച്ചത് 15 മുതൽ 16% വരെ ഒരു നികുതി ആയിരുന്നെങ്കിൽ കിട്ടിയത് 25% വരെയാണ്. ഇതിനുശേഷം ഓഗസ്റ്റിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ വീണ്ടും 25% നികുതി ചുമത്തി. ഇതോടുകൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകളും പ്രതിസന്ധിയിലായി. പിന്നാലെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ വലിയൊരളവിൽ വെട്ടിക്കുറവ് വരുത്തിയെങ്കിലും വ്യാപാര കരാർ സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും ഇനിയും വൈകുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടാക്കിയത്. അമേരിക്കയ്ക്ക് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയെ തടയുന്നു എന്നുള്ളതാണ് പുടിൻ ചോദിച്ചത്. അതോടൊപ്പം തന്നെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് നിർബാധം ഒഴുകുമെന്നും ഇന്ധന സുരക്ഷയിൽ ഇന്ത്യക്ക് ആശ്രയിക്കാവുന്ന വിശ്വസ്ത പങ്കാളി റഷ്യയാണെന്നും പുടിൻ പ്രസ്താവന നടത്തി. പിന്നാലെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകളും ചൂടുപിടിച്ചു. പിന്നീട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ വലിയൊരളവിൽ പുനഃസ്ഥാപിച്ചു. ഇന്ത്യയുടെ ഇന്ധന സുരക്ഷിതത്വവും ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങളും കണക്കിലെടുത്താണ് ഈ നടപടി എന്നുള്ളതാണ് ഇന്ത്യ വിശദീകരിച്ചത്. അതോടൊപ്പം അമേരിക്കൻ ഉപരോധം നേരിടുന്ന റഷ്യൻ കമ്പനികളിൽ നിന്നല്ല ക്രൂഡ് ഓയിൽ വാങ്ങുന്നതെന്നുള്ള വിശദീകരണവും ഇന്ത്യ നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും നയതന്ത്ര ബന്ധങ്ങൾക്ക് അപ്പുറം വ്യക്തിപരമായ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ വീണ്ടും വന്നത്. തൊട്ടു പിന്നാലെ ഫെബ്രുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശനം നടത്തി. ഇതിനു പിന്നാലെയാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക പ്രതികാര ചുങ്കം ചുമത്തിയത്. ഇതോടുകൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടായി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ താൻ ഇടപെട്ടെന്നും വെടിനിർത്തൽ കരാറിന് താൻ മധ്യസ്ഥത വഹിച്ചുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചതോടെ നേരത്തെ ഉണ്ടായ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാകൽ കൂടുതൽ സങ്കീർണമായി. അത് പിന്നീട് രണ്ട് നേതാക്കളും പരസ്പരം കാണാനുള്ള അവസരങ്ങൾ ബോധപൂർവം ഒഴിവാക്കുന്ന നിലയിലേക്കും എത്തി. ട്രംപ് പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര വേദികളിൽ നിന്ന് മോദിയും മോദി പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര വേദികളിൽ നിന്ന് ട്രംപും വിട്ടുനിന്നു. ഈ സമയത്തെല്ലാം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്റെ മധ്യസ്ഥത സംബന്ധിച്ചുള്ള അവകാശവാദം ട്രംപ് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം ഇന്ത്യൻ സൈനിക നടപടിയിൽ ഇന്ത്യൻ സൈനിക വിമാനങ്ങൾക്ക് വലിയ നാശമുണ്ടായെന്ന തരത്തിൽ പരോക്ഷ പ്രസ്താവനയും ട്രംപ് നടത്തി. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വലിയ അളവിൽ വെട്ടിക്കുറയ്ക്കുമെന്ന് നരേന്ദ്രമോദി തനിക്ക് ഉറപ്പു നൽകിയെന്നും തന്നെ സന്തോഷിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണെന്നും നരേന്ദ്രമോദി തന്നെ സർ എന്ന് അഭിസംബോധന ചെയ്തു എന്നുമടക്കം പ്രകോപനപരമായ പ്രസ്താവനകളും ട്രംപ് നടത്തി. ഇന്ത്യ പങ്കാളിയായ ബ്രിക്സ് കൂട്ടായ്മ ശക്തിപ്പെടുന്നതും റഷ്യ, ഇന്ത്യ, ചൈന സഖ്യം അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്നതും ട്രംപിന്റെ അനിഷ്ടത്തിന് കാരണമായി. ഈ അവസരം മുതലാക്കി പാകിസ്ഥാൻ അമേരിക്കയുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കി. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന് ട്രംപ് വിരുന്ന് സൽക്കാരം നൽകുന്നതുവരെ എത്തി കാര്യങ്ങൾ. അമേരിക്ക ഉറ്റ സൗഹൃദ രാഷ്ട്രമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ നികുതി ചുമത്തപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ ഇപ്പോഴും ഉള്ളത്. നിലവിൽ ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത് 50% താരിഫാണ്. അത് 500% വർദ്ധിപ്പിക്കുമെന്നുള്ള ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ ഈ നികുതി വർധനവ് ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. കാരണം ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ 18% പോകുന്നത് അമേരിക്കൻ വിപണികളിലേക്കാണ്. ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്കും
സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്കും ടെക്സ്റ്റൈൽ മേഖലയ്ക്കുമാണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ നിരക്ക് വലിയ തോതിൽ ഇടിയുന്നതിനും ഇത് കാരണമായി. വൻതോതിലുള്ള നികുതി വർധനവ് അമേരിക്കയിലെ ആഭ്യന്തര വിപണിയിൽ വലിയ വിലക്കയറ്റം ഉണ്ടാക്കിയതോടെ ട്രംപിന് ബോധമുദിച്ചു. ഇതിന് പിന്നാലെ 200ഓളം കാർഷിക വിഭവങ്ങൾക്ക് ട്രംപ് നികുതി ഇളവ് പ്രഖ്യാപിച്ചു. ഇതോടുകൂടി ഇന്ത്യയുടെ കാർഷിക വിഭവങ്ങളുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കഴിഞ്ഞ കുറെ മാസങ്ങളിലായി വലിയ രീതിയിൽ വർദ്ധിക്കുകയുമുണ്ടായി. പക്ഷേ ഇതൊന്നും ശാശ്വതമായ പരിഹാരമാകുന്നില്ല. വ്യാപാര കരാർ സംബന്ധിച്ച് കീറാമുട്ടിയായ പല വ്യവസ്ഥകളും ഇന്ത്യക്ക് മുമ്പിലുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ കൃഷി കർഷകരുടെ ജീവിതോപാധിയാണെങ്കിൽ അമേരിക്കയിൽ കൃഷി ഏറിയ പങ്കും നടക്കുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിലാണ്. ഇത്തരത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും ജനിതക പരിവർത്തനം വരുത്തിയതുമടക്കമുള്ള കാർഷിക വിഭവങ്ങൾ നികുതി രഹിതമായി വിറ്റഴിക്കപ്പെടാനായിട്ടുള്ള വിപണിയായിട്ടാണ് അമേരിക്ക ഇന്ത്യയെ കാണുന്നത്. എന്നാൽ കാർഷിക മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന നയങ്ങൾ സ്വീകരിക്കാൻ മോദി സർക്കാർ തൽക്കാലം താൽപര്യപ്പെടില്ല. കാരണം ഡൽഹിയിൽ മാസങ്ങളോളം നീണ്ടുനിന്ന കർഷക സമരം ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ മോദി സർക്കാരിന്റെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ബംഗാൾ, കേരളം, തമിഴ്നാട് അടക്കമുള്ള കാർഷിക മേഖലാ സംസ്ഥാനങ്ങളിൽ സമീപഭാവിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇതിന്റെ സമ്മർദ്ദവും മോദി സർക്കാരിന്റെ മുമ്പിലുണ്ട്. അമേരിക്ക ഇതിനോടകം 20ഓളം രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാർ സാധ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുമായി ആദ്യം തന്നെ കരാർ ഉണ്ടാകും എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്രതീക്ഷ. പക്ഷേ ഏറ്റവും ഒടുവിൽ കരാർ സാധ്യമാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. ഇന്ത്യക്കെതിരെ 500% വരെ നികുതി ചുമത്തുമെന്നുള്ള അമേരിക്കൻ ഭീഷണി നടപ്പാകാൻ സാധ്യത കുറവാണ്. കാരണം വൻതോതിലുള്ള നികുതി വർധനവ് അമേരിക്കൻ ആഭ്യന്തര വിപണിയിൽ വലിയ വിലക്കയറ്റം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് കാരണം. ഏതായാലും പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല രാജ്യങ്ങളുമായി ഇതിനോടകം തന്നെ വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുകയും പല രാജ്യങ്ങളുമായിട്ട് ധാരണയാവുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള കൂട്ടായ്മകളുമായും വ്യാപാര കരാർ ഉണ്ടാക്കാനുള്ള സാധ്യതകളും ഇന്ത്യ തേടുന്നുണ്ട്. ഈ രീതിയിലുള്ള പ്രശ്ന പരിഹാരത്തിനായിട്ടാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഉറപ്പായ വിപണി എന്ന നിലയിൽ അമേരിക്കയെ പിണക്കി നിർത്തുന്നത് ഗുണകരമാകില്ല എന്നുള്ള തിരിച്ചറിവ് ഇന്ത്യക്കുണ്ട്. ഇത് മനസ്സിലാക്കി കരാർ പരമാവധി അമേരിക്കയ്ക്ക് അനുകൂലമാക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണ് ട്രംപ് ഭരണകൂടം പയറ്റുന്നത്. ഈ വർഷം ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തും എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. വരുന്ന മാർച്ചിലോ ഏപ്രിലോ അദ്ദേഹത്തിന്റെ സന്ദർശനവും അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് സൂചന. നിർണായക ചർച്ചകൾ പൂർത്തിയായെന്നും എന്നാൽ ചില സെൻസിറ്റീവ് വിഷയങ്ങളിൽ അഭിപ്രായ സമന്വയം ഉണ്ടാകാനുണ്ട് എന്നുള്ളതുമാണ് ഇന്ത്യയുടെ വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയൽ പ്രതികരിച്ചത്. ഏതായാലും അങ്ങനെയാണെങ്കിൽ തന്നെയും അഭിപ്രായ സമന്വയമുണ്ടായി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സാധ്യമായാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്.